ഹലോ. ഇന്ന് ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇന്ന് സ്കൂളില്ല. ഇന്നിവിടെ റെഡ് അലർട്ടാണ് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ വെറുതെ തന്നെ ഇരുന്നപ്പോൾ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നടക്കാൻ ഇറങ്ങും. ഇവിടെ നമ്മളെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് നല്ല സ്ഥലമുണ്ട്, ഒരു പാറയും നല്ല വ്യൂസൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ മക്കളും കുട്ടികളും എല്ലാവരും പുറത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം കാണിച്ചു തരാം. അപ്പം നമ്മൾ അതിനെ ഇങ്ങനെ പാസ് ചെയ്യണം. ഞങ്ങൾ ഫ്ലാറ്റും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് റോട്ടിൽ കൂടെ പോവാം അതല്ലേ. അപ്പോൾ അടുക്കളയും വീട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഫ്ലാറ്റുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഫ്ലാറ്റ്. ഇത് കാണുന്ന ഇതൊക്കെ നമ്മളെ ഫ്ലാറ്റുകളാണ്. 400 കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് ആട്ടത്. ഫാമിലിയാണ് ഞങ്ങൾ. 400 കുടുംബങ്ങളുടെ ഫാമിലിയാണ്. നല്ല മഴ വരുന്നുണ്ട്, മഴക്കാറുണ്ട്. ഇപ്പൊ ഈ ഭാഗമൊക്കെ ഒന്ന് തെളിഞ്ഞിക്കണു, എന്നാലും ചെറിയ മഴക്കാറൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെയാണ് ഫ്ലാറ്റ്. ഒരു ഫ്ലാറ്റിൽ നമുക്ക് 12 റൂമുണ്ട്. അങ്ങനെ 400 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പോവാണ്. കുറെ നേരം വെയിറ്റ് ചെയ്യണം. മഴ മാറിയിട്ടാണെന്ന് പുറത്തിറങ്ങിയിട്ട്. മഴ വീണ്ടും മഴ വരുന്നുണ്ട്. മഴ നമ്മൾ ചതിക്കോന്ന് അറിയില്ല ഗൈസ്. പോയി നോക്കാം ഗൈസ്. നമുക്ക് മഴ ചതിച്ചാൽ നമുക്ക് ആകെ പണിയിട്ടു. നമുക്ക് അവിടെ എവിടെയെങ്കിലും കേറിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ. അവിടെ വീടുകളൊക്കെ ഉണ്ടേ. വീടുകളൊക്കെ ഉണ്ട്. അത് നല്ല രസമുള്ള സ്ഥലങ്ങളാണ്, കാണാൻ നല്ല രസമാണ്. ഇവിടെ ഗസൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് നമ്മള് ഗസൽ സിനിമ, വിനീതിന്റെ ഗസൽ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. നമുക്ക് അതും കാണാം. ആ പാറമിക്കിന്റെ അവിടെ തന്നെ കാണിച്ചതല്ല. അത് നമ്മള് പോണതിന്റെ കുറച്ച് അപ്പുറത്താണ് ഫ്ലാറ്റ്. ഇതൊക്കെ നമ്മളെ ഫ്ലാറ്റ് കേട്ടോ. ഇതാണ് ഫ്ലാറ്റിന്റെ മെയിൻ കവാടം. ഇത് താഴത്തൊക്കെ ഉണ്ട് ഫ്ലാറ്റ് ഉണ്ടോ. ഇതിന്റെ താഴത്തേക്ക് ഉണ്ട്. നമ്മള് വാർപ്പിന്റെ മുകളിൽ കയറിയാൽ കറക്റ്റ് കിട്ടും, ഫുള്ള് വ്യൂസ് കിട്ടും. ഞങ്ങളൊക്കെ സർക്കാരിന്റെ ആൾക്കാരാണ്. ഞങ്ങള് തൊട്ട് കളിച്ചാണ്ടല്ലോ. മന്ത്രിസഭയിൽ നിന്ന് വേറെ ആൾക്കാർ വരും. ഞങ്ങള് മോദിക്കാരാണ്. മോദിക്ക് രാഷ്ട്രീയം പറയല്ല, മോദിന്റെ വക കിട്ടിയ ഫ്ലാറ്റാണ്. താഴത്തേക്ക് ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്. നമുക്കേ കുറച്ച് വാർപ്പിന് മുകളിൽ ഇന്നലെ കിട്ടുള്ളൂ ശരിക്ക്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കയറിയാൽ തന്നെ കിട്ടും. താഴത്തേക്കൊക്കെ ഒരുപാടുണ്ടല്ലോ. മാറി ഇങ്ങട്ട്. അവിടെ മലയമൊക്കെ അറച്ച് കോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോടാണ് പൊന്തണത്. നല്ല മഴ. ഉച്ച വരെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു റെഡ് അലേർട്ട് ഞങ്ങളെ പറ്റിച്ചു. പക്ഷെ ഉച്ചക്ക് ശേഷം അതല്ലെങ്കിലും ഹലോ ഗൈസ് കാണാല്ല. ഒരാളെ കയ്യാട്ടി തരുന്നുണ്ട് അവിടെ. ടാറ്റ ബൈ ബൈ സീ യു. നമ്മളെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. വേസ്റ്റ് സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കാം. വേസ്റ്റ് ബക്കറ്റ്, നമ്മള് വേസ്റ്റ് ഒക്കെ ഇടുന്ന ബക്കറ്റ്. നമ്മളൊന്നും മാറല്ല. മാർക്ക് തുറന്ന് കാണിക്കുന്ന ആൾക്കാർ റോട്ട് കൂടെ തന്നെ പോണത്. ഇപ്പുറത്ത് കൂടെ അപ്പുറത്ത് കൂടെ. കണ്ടു. ഇതൊക്കെ ഫ്ലാറ്റ് തന്നെയാണ്. വേസ്റ്റ് എടുത്തിട്ട് പോവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. അതാണല്ലോ ഇപ്പൊ നല്ലത്. എങ്ങനൊക്കെ ഇപ്പോഴാ ശരിയായില്ലേ. ഇപ്പൊ നമ്മളെ ആകാശമൊക്കെ നല്ല തെളിഞ്ഞിക്കണോ. കണ്ടാ ഗൈസ്, മോൾ ഭാഗം കണ്ടോ. അപ്പുറത്തെ കൂടെ ഒക്കെ കാറ് വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ. മറ്റു സൈഡിലൊക്കെ ഫുള്ള് കാറാ. ഇവിടെ ഫുള്ള് സഹകരണ സ്കൂൾ ഇവിടെയാണ് കേട്ടോ. സഹകരണ സ്കൂൾ പൊന്താണ്. ഇപ്പൊ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പൊ. നടക്കാൻ ഇറങ്ങാൻ പറ്റിയ കാലാവസ്ഥ. അതെ.
ഈവനിങ് വാക്കിന് പറ്റിയ കാലാവസ്ഥ. നമുക്ക് വാക്ക് പോയാൽ വാക്കുവേക്ക് വാക്കുവേക്കൊന്നും പോവാണ് നടന്നു പോവാല്ലേ? ഒന്നാ പിന്നെ നമ്മൾ രാവിലെ എടുത്തുള്ളൂ. ഇങ്ങനല്ല അല്ലേലും വാക്കുവേലൊക്കെ ഇടയ്ക്ക് പോണതല്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോ അത് പോയി കാണണ്ട. അപ്പൊ ആദ്യം അത് കാണിച്ചു തരണ്ട ഞങ്ങക്ക് അല്ലേ? അത് ഞങ്ങൾ ഇതുവരെ കാണിച്ചു തരാം ഞങ്ങക്ക്. അപ്പൊ നമുക്ക് അതൊന്ന് പോയി കാണാം. നമ്മള് അത് ഓള് പറയണത് തന്നെയാണ്. ഓൾക്കല്ലേ മുട്ടായി തിന്നാനൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ അല്ലേ? പോര് 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 എടാ മണങ്ങ പോര് മണങ്ങ. ഇപ്പൊ നമ്മള് ഒരു തെങ്ങൻ തോട്ടത്തെ കൂടെ പാസ് ചെയ്യാട്ടോ. വണ്ടി ഡ്രൈവർ ചിക്കു. ചിക്കു അല്ല, വളവൊക്കെ കണ്ടിട്ടോ, വളവൊക്കെ തിരിച്ചോടിക്കണം. അതിപ്പോ ഞാനും ഇവിടെ കൊടുക്കണം. ഞങ്ങൾ ഇവിടുന്ന് വെള്ളം കൊണ്ടുവരുന്നു. ഒരു സെന്നി റസിൻതാത്തിന് റസിൻതാത്തിന് ഇനി ഒരു പട്ടി അന്ന് ആട്ടിട്ട് എന്ത് പേര് ഹോട്ടൽ നമ്മളെ ഫ്ലാറ്റിന്റെ ബാഗ് ഭാഗം ഫുള്ള് റബ്ബർ തോട്ടം. റബ്ബർ കാട്ട് റബ്ബർ കാട്ടല്ല, റബ്ബർ കാട്. ഇത് ചെറിയൊരു വഴിയാണ്. ഇത് നമ്മളിങ്ങനെ നടന്നാൽ നമുക്ക് അപ്പുറത്തെ റോട്ടിക്ക് എത്താം. ഷോർട്ട് കട്ട്. എടാ ഇജ് ഈ വീട്ടിലുള്ളതല്ലേ? പോര് പോര്. ഇവരെന്താ ഇങ്ങനെ എവിടെ മയില്? മയിലൊന്നും കാണൂല കുട്ടിയതില്. പോണ റബ്ബർ തോട്ടത്തിൽ കൂടെ. ഇപ്പൊ നമ്മള് റോട്ടിലേക്ക് എത്തിട്ടോ. നമ്മള് ഷോർട്ട് വഴി കയറിയതാണ്. ഇപ്പൊ നമ്മള് റോട്ടിലെത്തി. അങ്ങോട്ട് തന്നെ പോണത് നമ്മളെ. ഗസൽ ഷൂട്ട് ചെയ്ത് ഇവിടെ ഒന്നല്ല. നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ഈ സൈഡിൽ കൂടെ അങ്ങനെ പോണം കേട്ടോ. ഇവിടെ നല്ലൊരു പാറ ഉണ്ട് ഇവിടെ. വെല്ല അത് തന്നെ പോണ വീടും. ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ പാറ. ഇവിടെ ഉദ്ദേശിച്ച പാറ. അവിടെ കുട്ടികളൊക്കെ ഉണ്ടോ? ഓരൊക്കെ നമുക്ക് ആട്ടം അവിടെ. അത് കുഴപ്പമില്ല, നോക്കിപ്പോട്ടെ, വീഴണ്ട. വഴുക്കുണ്ടാവട്ടെ പാറ. നിങ്ങളെ ഏതാ മരുത്താമല കയറിയല്ലോ ഇപ്പൊ. അവിടെ ഇത്രയും നല്ല സ്ഥലം നമ്മളെ ഫ്ലാറ്റിന്റെ തൊട്ടുണ്ടായിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. ഒരിങ്കര പമ്പ് മാങ്ങയൊക്കെ കാണും. ഇവിടെ നല്ലൊരു വെളിച്ചുണ്ടല്ലോ ഇപ്പൊ. പെരുന്തമണ്ണ മൊത്തം കാണാം. പെരുന്തമണ്ണ മൊത്തം ഒലിങ്കര മൊത്തം കാണാം. ഒലിങ്കര മൊത്തം കാണാം. ഇതാണ് ഇവിടുത്തെ സ്ഥലം. പാറയിട്ടോ വഴിക്ക അങ്ങോട്ട് പോട്ടോ, അങ്ങോട്ട് തലക്കേക്ക് ഇരുന്നോളി. താഴെ പ്രകൃതി രമണി ഇപ്പൊ താഴെ അതാ പാടം. ഇത് ഒലിങ്കര താഴെ നമ്മളെ പമ്പില്ലേ, പാലോടി പറമ്പിക്ക് പോലെ. പാലോടി പറമ്പ് ഇവിടൊക്കെ നിറച്ച് മലകൾ, പുഴകൾ. നല്ല സീനറി തച്ചോ ഇവിടൊക്കെ. ഇപ്പൊ മഴ പെയ്തിട്ട് ആകെ കോട് ഇറങ്ങിക്കാണ്. കോട് സച്ചുവാ ചിക്കുവാ ഇജ് ഇവിടെ ഒരു പാത്തിരുന്നാണ്, ഇങ്ങോട്ട് ഇരുന്നാണ്. അങ്ങോട്ട് പോയ അങ്ങോട്ട് എത്തൂല. അവിടെ ഒക്കെ പാറയാണ്, വഴുക്കും. നല്ല വഴുക്കലുണ്ട് കേട്ടോ അവിടെ. ബേക്കറി കാണോ നല്ല
വ്യൂസ് ആണ് ഇവിടുന്ന് ഫുള്ള് കാണും, മലകളും നല്ല സീനറി ആയിട്ട മക്കളെ. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കണ്ടോ, ആ സൂര്യന്റെ ഇതും ഫോട്ടോഷൂട്ടൊക്കെ വന്നു. നല്ല ഇപ്പൊ മഴയാണ്, അപ്പൊ നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും. അപ്പൊ സൂക്ഷിച്ചും കണ്ട് നിന്നാല് അല്ലെങ്കിൽ താഴെ. എവിടെ ഇങ്ങോട്ട് പോകൂലേ മിൽമ ഫാക്ടറി അങ്ങോട്ട്, അവിടെ നേരെ അങ്ങോട്ട് കുട്ടി വരാറില്ലേ നമ്മളെ നടക്കള തോന്നുന്നുള്ളല്ലോ. നമുക്ക് അങ്ങോട്ടും പോവാ. അതൊന്ന് കൈജാത്ത പോയിട്ട് പറഞ്ഞു. നല്ല രസമുണ്ട്. ഇത്രയും സ്ഥലങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടാണ് നമ്മള് ഓരോ സ്ഥലത്തേക്ക് വെറുതെ പോണത്. ഇത്രയും നല്ല സ്ഥലങ്ങൾ ഉണ്ടാവുക, ആർക്കും വരാ, എപ്പോഴും വരാ, ചെലവില്ലാതെ വരാ. ഇത് നമ്മളെ ഫ്ലാറ്റിന്റെ അവിടെ കേട്ടോ. ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിക്ക് കുറച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്. നല്ല വ്യൂസും നല്ല സൂര്യാസ്തമയം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. സൂര്യന് ഇതൊക്കെ ഉണ്ട്. ഫുള്ള് പാറയാണ്. മഴ ഉണ്ടാവുകൊണ്ട് ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. നല്ല സീനറിയാണ് കേട്ടോ. സൂര്യനെ കണ്ട് സൂര്യാസ്തമയത്തിനുള്ള പോക്കാണ് കേട്ടോ. നല്ല വ്യൂസാണ്, രസമുണ്ട്. കാരണം അത് ആകാശം മേഘം കാണാൻ നല്ല രസമാണ്. താഴെ നമ്മളെ ഒലിങ്കര ഭാഗമാണത്. ഒലിങ്കര ടൗണാണ് ഈ കാണുന്നത് കേട്ടോ. താഴെ കാണുന്നത് പാടവും ഒക്കെ പെട്രോൾ പമ്പിന്റെ ഭാഗത്തായിട്ട് വരും. ഈ ടൈമിൽ വന്നാൽ നമുക്കിങ്ങനെ സൂര്യാസ്തമയം ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഏകദേശം സൂര്യാസ്തമനം ആവാനായിരുന്നു. സമയം എത്രയായി? 6 മണിയായിട്ടോ. മേഘം വന്ന് അടഞ്ഞിട്ടേ. ഓ ഗൈസ്, നമ്മളിപ്പോ അവിടെ പോയി വന്നു. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പേക്ക് പോയാല് വേറൊരു പാറ അങ്ങനെ എന്തോ രസമുള്ളൊരു സ്ഥലം ഉണ്ട് എന്ന് അവർ പറഞ്ഞു. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പറഞ്ഞു കേട്ടുള്ള അറിവിൽ വെച്ചിങ്ങനെ പോവാണ്. അപ്പൊ ഞങ്ങൾ അതുകൂടി ഒന്ന് പോയോക്കട്ടെ. അപ്പൊ 6 മണിയായി, ഇരുട്ടാകുമ്പോഴത്തിന് തിരിച്ചു പോരണം. ഇവിടെ പുലിയും പട്ടിയും കുറുക്കനൊക്കെ ഇറങ്ങണ ഒരു ആ പാറയാണോ കാണുന്നത്? അതാ അല്ല, ആ പാറയാണോ? ഇവിടൊക്കെ ഈ ഭാഗത്തൊക്കെ ഈ ഗസല് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പൊ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. പുലി പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ലൈവില് കാണാം. അല്ലെങ്കിൽ ഇവിടുത്തെ സമാധി മായാക്കാരി. ഈ സൈഡ് ഫുള്ള് റബ്ബറാണ്. നല്ല രസമാണ്. വെയിൽ വന്നാലും നമുക്ക് വെയിൽ കൊള്ളൂല, നല്ല തണലാവും. 2 സൈഡും റബ്ബർ തോട്ടാണ്, നടുവിൽ റോഡ്. ഇപ്പൊ നടക്കുമ്പോഴും റീൽസിന് ട്രെയിനിങ് കേട്ടോ. നടക്കുമ്പോഴും ആ ഒരു ചിന്തയാണ്. തിന്നാനുള്ള അതാ എന്റെ അമ്മേന്റെ പ്രാന്താണത്. അത് തൊള്ളയില് വെക്കുക, ചീവിടിന്റെ സൗണ്ട് ഉണ്ടാക്കുക. ഒന്ന് ഉണ്ടായിക്കാൻ നോട്ടെ. അവിടെ നിന്ന് ഉണ്ടാക്കി ആൾക്കാർ പിടിച്ചതല്ലോ അവരുടെ സൗണ്ട് പോരല്ലോ. മറ്റേ ചീവീടല്ല, അണ്ണാർക്കണ്ണം കരയണ സൗണ്ട്. ശരി, അണ്ണാർക്കണ്ണം ഒറിജിനൽ അണ്ണാർക്കണ്ണന്മാര് കുറച്ച് അറിയില്ല. അത്രയ്ക്ക് പഠിക്കുന്ന സമയത്ത് ബസ്സിൽ പോയിരുന്നു. ആൾക്കാർ ഇങ്ങനെ നോക്കും. സൈക്കോ സജിത. ബസ്സിലൊക്കെ കേറിയിട്ട് ഇങ്ങനെ കാട്ടും. പഠിക്കുന്ന സമയത്ത് വായിൽ വെച്ചിട്ടേ എത്തുമ്പോ അപ്പൊ ആൾക്കാർ ഇവിടുത്തെ ശബ്ദത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. മഴത്തുള്ളി ഉണ്ടോ?
അതെ ഹായ് മഴത്തുള്ളി ഗൈസ്. ആ മഴത്തുള്ളി. ഇതാണ് ഇനി കണ്ണിന് വെച്ചാല് നല്ല തണുപ്പുണ്ടാവും. ഓർമ്മകൾ, ഇതൊക്കെ ഓർമ്മകളാ, പഠിക്കുന്ന കാലത്തുള്ള ഓർമ്മകളാ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും ഉള്ളിൽ വെച്ച് വലിക്കണ്ടേ? വലിക്കണ്ട, ഇപ്പൊ വലിച്ചാ ചിലപ്പോ കണ്ണു പോകും. പണ്ടത്തെ പോലെ ഇപ്പൊ കാട്ടാൻ പറ്റുമെന്നറിയില്ല. കണ്ണിലാക്കി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും. തണുപ്പുണ്ടാവും. ഇതുകൊണ്ട് ഇങ്ങനെ കണ്ണിലിങ്ങനെ ആക്കും. പക്ഷെ അതപ്പോ ആക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാ. ആ ഇപ്പൊ പണ്ട് കാലത്തൊന്നും ഇപ്പൊ ചെയ്താലേ ഏൽക്കൂല. അടിച്ചു പോകും, പറയാൻ പറ്റൂല. പണ്ടൊക്കെ നല്ല കുഴപ്പമില്ല. പേടിയായി. മഴത്തുള്ളി ആക്കുവാണോ? കണ്ണിലാക്കി വെക്കാം. നല്ല തണുപ്പുണ്ടാവും. പഠിക്കാൻ പോണ കാലത്തേ ഉള്ള മതിലുമ്പോ കൂടി ഒക്കെ ഇത് എടുത്തിട്ട് ആയിരുന്നു പണി. ഞാനത് റസീൻതാത്ത ഞാനും കൂടി കുട്ടികളെ സ്കൂളിൽ പോയിട്ട് ഇതൊക്കെ ഒരു ഓർമ്മ ഇത് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. മതി പോരെ. കുഞ്ഞു ഏതാ കുഞ്ഞു? കുഞ്ഞു ഈ വീട്ടിലത്തെ. അന്ന് ഞങ്ങള് രണ്ടെണ്ണം നടക്കാൻ പോയപ്പോഴേ. ഇതാണ് ചേച്ചിന്റെ വീട്. മയിലൊക്കെ കൊറേ ഉണ്ട്, പക്ഷെ ദൂരത്ത് അങ്ങോട്ട് കാണില്ല. നിക്കണോ ആ വീടിന്റെ അവിടെ കണ്ട മോളില്. ആ ഞാൻ ഇവിടേക്കാ നോക്കണതേ. അപ്പൊ ഈ വീട്ടിലേക്കാ കയറിയിരുന്നത്. അവിടെ ചേച്ചിണ്ട്. നല്ല പെരുമഴ. റസീൻതാത്തി ഞാനും കൂടെ നടക്കാൻ വന്നപ്പോ. അതെ, നമ്മള് രണ്ടാമത് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് ഇരുട്ടായി. ഇനി ഇവിടെ മുകളിലെത്തി വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒന്നും കാണൂല. പിന്നെ വീട്ടിലേക്ക് എത്താനും വഴുകും. അപ്പൊ നമുക്ക് അതൊരു പിന്നൊരു ദിവസം പോവാം. നമുക്ക് അങ്ങോട്ടായിട്ട് ഒരു ദിവസം പോരാ. അങ്ങോട്ടായിട്ട് ഒരു ദിവസം പോവാം. നിങ്ങൾ ഇറങ്ങാൻ കുറച്ച് വഴുകി, മഴയായ കാരണം. അവിടെ കുറച്ചു നേരം ഇങ്ങനെ വായും തൊട്ടി ഇവിടെ നിന്നു. അതല്ലേ, മഴ ആയ കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും വഴുകി. ആ വീട് വിറ്റതാണ്. അവിടെ വീടുകളൊന്നുമില്ല. കൊടുത്തു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് നാളെ അല്ലെങ്കിൽ എപ്പോഴാ ഒഴിവുള്ളിച്ചാ നമുക്ക് ബാക്കിയുള്ളത് അവിടെ പോയി പിന്നീട് ഒരു ദിവസം കാണാം. അപ്പൊ നമ്മള് തൽക്കാലം ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾ പറ്റിച്ചു ഗൈസ്. എന്തിന്? ഒരു പാറ കണ്ടല്ലോ. പിന്നെ കാണാം. ഞങ്ങൾ പകുതി ദൂരം എത്തി. പക്ഷെ ഇനി കുറച്ച് അങ്ങോട്ട് പോണത്ര. അപ്പൊ ഇരുട്ടാവും. പിന്നെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാല് അവിടെ കയറി നിൽക്കാൻ കൂടി വീടുകളില്ല. ചിലപ്പോ പുലി പിടിച്ചാലോ. അപ്പൊ നമുക്ക് വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എന്തായാലും ഞങ്ങളെ പാറ കാണിക്കാൻ വരും. നിങ്ങളെ കാണിച്ചിട്ട് ബാക്കി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ.